നമ്മുടെ വിഷയം വ്യക്തിത്വ തരം. മനുഷ്യ മനസ്സിനെ മനസ്സിലാക്കുക. നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾ ആരാണെന്നതല്ലെങ്കിൽ ജീവിക്കാൻ നിങ്ങൾ പഠിച്ചൊരു പ്രതിരോധം മാത്രമോ? ഒരു നിമിഷം ചിന്തിക്കൂ. കേരളത്തിലെ മഴ പോലെ മനസ്സ് ഒരേപോലെയല്ല. ഒരാൾ ശാന്തമായ കായൽ, മറ്റൊരാൾ കുത്തൊഴുക്കുള്ള പുഴ. വ്യക്തിത്വം എന്നത് നാം ചിന്തിക്കുന്ന രീതി, വികാരങ്ങളുടെ വേഗം, പ്രവർത്തനത്തിൻ്റെ ശൈലി, ബന്ധങ്ങളുടെ താപനില. മനഃശാസ്ത്രം അത് 5 അളവുകളിലൂടെ വ്യക്തമാക്കുന്നു. തുറന്ന മനസ്സ്, പുതിയ ചിന്തകളെ സ്വീകരിക്കൽ. ക്രമശീലം, നിയന്ത്രണം, ഉത്തരവാദിത്വം, ലക്ഷ്യബോധം. സാമൂഹിക ഊർജം, മനുഷ്യരിലൂടെ ഊർജം നേടൽ. സഹകരണ സ്വഭാവം, കരുണ, വിശ്വാസം. വികാര പ്രതികരണ തീവ്രത, സമ്മർദ്ദത്തിൽ മനസ്സിന്റെ താളം മാറൽ. ഇവ പെട്ടികളല്ല, ഇവ സ്പെക്ട്രത്തിൽ നീങ്ങുന്ന അളവുകൾ. എന്നാൽ ഈ മാതൃക കടുപ്പമാകുമ്പോൾ, ജീവിതം അസ്വസ്ഥമാകുമ്പോൾ, അവിടെ തുടങ്ങുന്നു ക്ലിനിക്കൽ മേഖല. നാർസിസിസ്റ്റിക് വ്യക്തിത്വം, പുറത്ത് ആത്മാഭിമാനം, ഉള്ളിൽ ഭംഗുരത. ബോർഡർലൈൻ വ്യക്തിത്വം, വികാരങ്ങൾ കടൽത്തിരകളെപ്പോലെ ഉയർച്ചയും ഇടിവും. ആന്റി സോഷ്യൽ വ്യക്തിത്വം, നിയമങ്ങളോട് അനാദരം, കുറ്റബോധക്കുറവ്. ഒബ്സസീവ് കമ്പൽസീവ് വ്യക്തിത്വം, പരിപൂർണതയുടെ പിടിവാശി, നിയന്ത്രണ ആവശ്യം. അവോയ്ഡൻസ് വ്യക്തിത്വം, വിമർശന ഭയം, സാമൂഹിക പിൻവാങ്ങൽ. ഡിപ്പെൻഡന്റ് വ്യക്തിത്വം, മറ്റുള്ളവരിൽ അമിത ആശ്രയം. വ്യത്യാസം തെറ്റല്ല, കടുപ്പമാണ് പ്രശ്നം. അറിവില്ലാതെ ജീവിക്കുമ്പോൾ നാം അതേ മാതൃക ആവർത്തിക്കും. ബോധം വന്നാൽ പ്രേരണം തിരഞ്ഞെടുപ്പാകും, വികാരം വിവരമാകും, പ്രവർത്തനം ശക്തിയാകും. നിങ്ങൾ നിങ്ങളുടെ സ്വഭാവമല്ല, അതിനെ നിരീക്ഷിക്കുന്ന ബോധമാണ്. ഇന്നത്തെ യഥാർത്ഥ ഉത്കർഷം പുറമേയല്ല, മനസ്സിനുള്ളിലാണ്. ബോധം വന്നാൽ വ്യക്തിത്വം നിങ്ങളെ നിയന്ത്രിക്കില്ല, നിങ്ങളാണ് നിയന്ത്രിക്കുക. ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.